ഞാൻ ഇങ്ങനെയാണ്, ഞാൻ ഇങ്ങനെ പോവുള്ളൂ, എന്റെ സംസാരം ഇങ്ങനെയാണ്, എന്റെ ശൈലി ഇങ്ങനെയാണ്, ഞാൻ ഇങ്ങനെ പോവുള്ളൂ, അതിന് പറ്റുന്നവർ എന്നോട് മിണ്ടിയാൽ മതി, അതിന് പറ്റുന്നവർ എന്നോട് കൂട്ടുകൂടിയാൽ മതി, എനിക്കിന്റെ റബ്ബിനെ ബോധ്യപ്പെടുത്തിയാൽ പോരെ, ഞാൻ എങ്ങനെ നിങ്ങളാരും അറിയിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അവരെ വിചാരം അത് വലിയൊരു ക്രെഡിബിലിറ്റിയാണ്. അത് കിബറാണ്. അത് ക്രെഡിബിലിറ്റി ഒന്നല്ല, അത് വലിയ പ്രിവിലേജ് ഒന്നല്ല, അത് കിബറാണ്. അതൊക്കെ മാറ്റണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞെന്താ, ഒരു മനുഷ്യൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ മനുഷ്യനെ കുറിച്ചൊരു 4 ആള്, അയ്യോ അയാൾ പോയത് മോശമായി പോയി, അയാൾ ഉണ്ടായിരുന്നെങ്കിൽ നല്ലൊരു മനുഷ്യനായിരുന്നു, ഇന്ന കാര്യങ്ങളൊക്കെ അയാളെ കുറിച്ച് നടന്നിരുന്നു, അയാളുണ്ടെങ്കിൽ അതിലൊക്കെ ഉഷാറായിരുന്നു പറഞ്ഞാൽ വജബത്തു ലഹുൽ ജന്ന, അയാൾക്ക് സ്വർഗ്ഗം നിർബന്ധമായി എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. എന്തുകൊണ്ടത് പറയാനുള്ള കാരണം, ഒരു അമല് ചെയ്യുന്നത് മറ്റുള്ളവർ കാണാനോ മറ്റുള്ളവരുടെ തൃപ്തിക്കോ വേണ്ടിയല്ല, അതൊക്കെ അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ് എന്ന് കരുതി മനുഷ്യരോട് മോശമായിട്ട് പെരുമാറാൻ പറ്റൂല. നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ ആരാണ്? മനുഷ്യരോട് നല്ല രൂപത്തിൽ സംസാരിക്കുന്ന ആളാണല്ലേ. മനുഷ്യരോട് നല്ല രൂപത്തിൽ സംസാരിക്കുന്ന ആളാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ. അതുകൊണ്ടാണ് മഹത്തുക്കൾ പാടി വെച്ചല്ലോ, എന്താ പാടിയത്, വഖുൽ ഇദാ ഖുൽത ഖൗലൻ ലയ്യിനാ, ആരോടെങ്കിലും നീ സംസാരിക്കുകയാണെങ്കിൽ ഖൗലൻ ലയ്യിന, വളരെ സോഫ്റ്റ് ആയി മൃദുവായിട്ട് സംസാരിക്കണം. അഷ്റഫുൽ ഖൽഖായ തങ്ങളുടെ ജീവിതം നോക്കി, ആരെങ്കിലും വിളിക്കുമ്പോ യാ ബുനയ്യ, ഓ മോനെ, ഇങ്ങനെ നല്ലൊരു സംസാരത്തിന്റെ ശൈലിയിൽ സംസാരിക്കണം. പരുഷമായിട്ട് ഒരാളോട് നമ്മൾ സംസാരിക്കാൻ പാടില്ല. എന്തെങ്കിലും പറയുമ്പോ ആണ് ഈ ആരാ, ഞാൻ തന്നെ വലിയ ആള്, ആ രൂപത്തിൽ സംസാരിക്കാൻ പാടില്ല. അത് കിബറാണ്, അത് അഹങ്കാരാണ്. ഒരാളോട് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ഇദാ ഖുൽത ഖൗലൻ ലയ്യിന, സോഫ്റ്റായി മൃദുലമായി സംസാരിക്കണം. എന്നാലോ വബിഹി മാലത് ഇലൈക ഖുലൂബുൻ നാസി കുല്ലിഹിം, അങ്ങനെ സോഫ്റ്റായി നീ സംസാരിച്ച ജനങ്ങളുടെ ഹൃദയം നിന്നിലേക്ക് ഇങ്ങനെ അടുത്തിങ്ങനെ വരും. ചില ആളുകൾക്ക് സംസാരിക്കാൻ മടിയാണ്. എന്താ, അടുത്ത് സംസാരിച്ച കടിച്ചു കീറാൻ വരും, അടുത്ത് സംസാരിച്ച ആൾക്ക് ചിരിക്കാൻ കഴിയില്ല, അടുത്ത് സംസാരിച്ച അങ്ങനെ കഴിയില്ല എന്നൊക്കെ പറയും. അത് മാറ്റണം. ഇദാ ഖുൽത ഖൗലൻ ലയ്യിന, ഭാര്യമാരോട് എപ്പോഴും കർക്കശത്തോടു കൂടി സംസാരിക്കണം എന്നുള്ളതൊന്നുമല്ല. കുട്ടികൾ എന്തെങ്കിലും ചോദിച്ചാൽ കുട്ടികളുടെ ചിരിക്കാതെ ടൂർ പോട്ടെ ചോദിച്ചാൽ ടൂർ പോണ്ട, ഇങ്ങനത്തെ തീരുമാനം പറയാനൊന്നുമല്ല പറഞ്ഞത്. നല്ല സോഫ്റ്റ് ആയിട്ട് പെരുമാറണം, കുട്ടികളോടും പെരുമാറണം, ഭാര്യമാരോടും പെരുമാറണം, കൂട്ടുകാരോടൊക്കെ നല്ല ഇദാ ഖുൽത ഖൗലൻ ലയ്യിന, വളരെ സോഫ്റ്റ് ആയി പെരുമാറാൻ പഠിക്കണം.